ഹലോ മക്കളെ, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് +2 സോളജിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ബയോഡൈവേഴ്സിറ്റിയുടെ ഡെഫിനിഷനാണ് പറയാൻ വേണ്ടി പോണത്. കുറച്ച് എക്സ്പ്ലനേഷൻ, അതായത് അതിൻ്റെ ഡെഫിനിഷൻ കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ആ ഡെഫിനിഷൻ അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ റേഞ്ചിങ് ഫ്രം സെല്ലുലാർ മാക്രോ മോളിക്യൂൾസ് ടു ബയോംസ്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികം പറയേണ്ടതുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് തീർക്കേണ്ട റിവിഷൻ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നില്ല. നിങ്ങളത് അങ്ങോട്ടേക്ക് പഠിക്കാം. ഓക്കെ, ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് പോപ്പുലറൈസ് ചെയ്ത ആളെ പേര് പഠിച്ചു വെച്ചോ. എഡ്വാർഡ് വിൽസൺ എന്ന് പറയുന്ന ആളാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ, അടുത്തത് 3 മാർക്കിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി 3 ലെവലുകളിലുണ്ട്. ഒന്നാമത്തെ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്നാണ് വിളിക്കുക. എന്താണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി? ശ്രദ്ധിച്ചോട്ടോ, ഡൈവേഴ്സിറ്റി ഷോൺ ബൈ എ സിംഗിൾ സ്പീഷീസ് അറ്റ് ജെനറ്റിക് ലെവലാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് റൗവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയും. ഓക്കെ, ഈ റൗവോൾഫിയ വൊമിറ്റോറിയ റെസർപ്പിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരുപാട് റൗവോൾഫിയ വൊമിറ്റോറിയകളുണ്ട്. ഇവർ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റെസർപ്പിൻ എന്ന് പറയുന്ന കെമിക്കലുണ്ടല്ലോ, വ്യത്യസ്ത പൊട്ടൻസിയിലും കോൺസെൻട്രേഷനുമുള്ള റെസർപ്പിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് 1000 റൗവോൾഫിയോ വൊമിറ്റോറിയ ചെടികളുണ്ടെന്ന് വിചാരിക്കുക. ഇവരെല്ലാവരും ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? റെസർപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസർപ്പിൻ്റെ പൊട്ടൻസിയും കോൺസെൻട്രേഷനും വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് വ്യത്യസ്തമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനിതക ലെവലിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു വ്യതിയാനം ഉണ്ടാകാനുള്ള കാരണം. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുക. ഡൈവേഴ്സിറ്റി ഷോൺ ബൈ എ സിംഗിൾ സ്പീഷീസ് അറ്റ് ജെനറ്റിക് ലെവൽ. ഇനി അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. എന്താണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവലാണ്. ഓക്കെ, സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ ലെവൽ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് ഹാവ് ഗ്രേറ്റർ ആംഫീബിയൻ സ്പീഷീസ് ദാൻ ഈസ്റ്റേൺ ഗട്ട്സ്. അതായത് നിങ്ങൾ പടിഞ്ഞാറൻ മലനിരകളിലെയും ഈസ്റ്റേൺ മലനിരകളിലെയും ആംഫീബിയൻ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിലായിരിക്കും ആംഫീബിയൻ സ്പീഷീസിൻ്റെ നമ്പർ കൂടുതൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മോയ്സ്ചർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനാണ്. അതുകൊണ്ട് അവിടെ ആംഫീബിയൻസിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷനാണുള്ളത് എവിടെ ഉള്ളത്? വെസ്റ്റേൺ ഗട്ട്സിലുള്ളത്. ഈ ഒരു ഡൈവേഴ്സിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കാം. ഇനി അടുത്തത് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവലാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് എക്കോസിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെ എക്കോസിസ്റ്റംസ് ആണ് നോക്കിക്കോ. ഡെസേർട്ടുകളുണ്ട്, റെയിൻ ഫോറസ്റ്റുകളുണ്ട്, മാംഗ്രൂവ്സുകളുണ്ട്, കോറൽ റീഫ്സുകളുണ്ട്, വെറ്റ്ലാൻഡുകളുണ്ട്, എസ്ചൂറീസുകളുണ്ട്, ആൽപൈൻ മെഡോസുകളുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള എക്കോസിസ്റ്റം ഇന്ത്യയിലുണ്ട്. ഈ ഡൈവേഴ്സിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോണത് നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് ആണ്. ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ്. അക്കോർഡിംഗ് ടു IUCN. എന്താ IUCN? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ആൻഡ് നേച്ചർ. 2004 കണക്ക് പ്രകാരം മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ. ഇതുവരെ 1.5 മില്യൺ സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അക്കോർഡിംഗ് ടു റോബർട്ട് മെയ് എന്ന് പറയുന്ന ആളുടെ കണക്ക് പ്രകാരം ഈ വേൾഡിൽ 7 മില്യൺ സ്പീഷീസുകൾ ഉണ്ടാകും എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് മെയ് എന്ന് പറയുന്ന ആള് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ കണ്ടെത്തിയ 1.5 മില്യൺ സ്പീഷീസുകളിൽ 70% ആനിമൽസും 22% പ്ലാന്റ്സും ഫംഗസുകളുമാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ആനിമൽസിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ആരയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെക്ട്സുകളാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. ഓക്കെ, അതായത് 70% ആണ് ഇൻസെക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക ആനിമൽസിൽ. ഓക്കെ, അതായത് 10 ആനിമൽസിനെ നിങ്ങൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 7 ആളും ആരായിരിക്കും? ഇൻസെക്റ്റുകളായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ വ്യത്യസ്ത ആനിമൽസിനെ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്സിനെയും വെർട്ടിബ്രേറ്റ്സുകളും ഒക്കെ പ്ലാന്റ്സിനെയും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ഉണ്ട്. ഈ പൈ ചാർട്ട് ഒന്ന് നോക്കിയിട്ട് പഠിച്ചോ. അപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇൻസെക്റ്റുകളാണ്, വെർട്ടിബ്രേറ്റ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിഷസുകളാണ്. മാമൽസിൻ്റെയും ആംഫീബിയൻസിൻ്റെയും നമ്പർ സെയിം ആണെന്ന് നമുക്ക് കാണാം. ഓക്കെ, പ്ലാന്റ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഫംഗസുകളാണ്, അതേപോലെ ആൻജിയോസ്പേമുകൾ ഉണ്ടെന്നൊക്കെ കാണാം. അപ്പോൾ ഈ പൈ ചാർട്ട് തന്നുകൊണ്ട് നിങ്ങളോട് ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നിങ്ങൾ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ബയോളജിസ്റ്റ് ആർ നോട്ട് ഷുവർ അബൌട്ട് ടോട്ടൽ നമ്പർ ഓഫ് പ്രോകാരിയോട്സ്. അതായത് നിങ്ങൾ സയൻറ്റിസ്റ്റുകളോട് ചോദിക്കുകയാണ് ഈ വേൾഡിൽ എത്ര നമ്പർ ആനിമൽസുകളും പ്ലാന്റ്സുകളും ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ സയൻറ്റിസ്റ്റുകളോട് ചോദിക്കുകയാണ് എത്ര നമ്പർ പ്രോകാരിയോട്സ് ഉണ്ട് എന്ന് നിങ്ങൾ സയൻറ്റിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവെൻഷണൽ ടാക്സോണമിക്കൽ മെത്തേഡ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐഡൻറ്റിഫൈ മൈക്രോബിയൽ സ്പീഷീസ്. നമ്മൾ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് പോകുന്ന ടാക്സോണമിക്കൽ മെത്തേഡ് വഴി നമുക്ക് എല്ലാ മൈക്രോബ്സുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ഈ ലബോറട്ടറി മെനി സ്പീഷീസ് കനോട്ട് ബി കൾച്ചർഡ്. ഇനി നമ്മൾ ഈ പ്രോകാരിയോട്സുകളെ അല്ലെങ്കിൽ മൈക്രോബ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്താലും ഒരു ലാബിൽ അവരെ വളർത്താനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എത്ര നമ്പർ പ്രോകാരിയോട്സ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. എത്ര നമ്പർ ഓഫ് പ്രോകാരിയോട്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഷുവർ അബൌട്ട്. ബയോളജിസ്റ്റിന് അതിനെക്കുറിച്ച് ഷുവർ ആയിട്ട് ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അതിന് രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു, രണ്ട് കാരണങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ വേൾഡിൽ ബയോഡൈവേഴ്സിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഞാൻ ആദ്യം പറയുന്നത് ആരെ കുറിച്ചിട്ടാണെന്ന് അറിയോ? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഇത് പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ. അതായത് നിങ്ങൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്നതോറും, നോർത്ത് പോൾ ആയിക്കോട്ടെ സൗത്ത് പോൾ ആയിക്കോട്ടെ, ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്നതോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് ഇക്വേറ്ററിലും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രോപ്പിക്സിലുമായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് കാണുക? ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കാണുക ഇക്വേറ്ററിലും ട്രോപ്പിക്സിലുമായിരിക്കും. ഓക്കെ, ട്രോപ്പിക്സ് നിന്ന് ടെമ്പറേറ്റിലേക്കും പോളാർ റീജിയനിലേക്ക് പോകുന്നതോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കുക. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു ദ പോളാണ്. ഓക്കെ, ട്രോപ്പിക്സ് have more species than temperate and polar region. ട്രോപ്പിക്സിലാണ് ടെമ്പറേച്ചറും പോളാർ റീജിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത് എവിടെയാണ്? ട്രോപ്പിക്സിലാണ്. ഓക്കെ അല്ലേ? ഇനി ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അതായത് ട്രോപ്പിക്സിലുള്ള റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിന് നമ്മൾ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് എന്നാണ് പറയുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മോർ ദാൻ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, 30,000 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്, 3,000 ആണ്. ഓക്കെ, 1,300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്, 427 സ്പീഷീസ് ഓഫ് മാമൽസ് ഉണ്ട്, 427 സ്പീഷീസ് ഓഫ് ആംഫീബിയൻസ് ഉണ്ട്, 378 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്, മോർ ദാൻ 1,25,000 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സുകളുണ്ട്. ഇത്രയും വെറൈറ്റീസ് ഓഫ് സ്പീഷീസുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ട്രോപ്പിക്സിലെ ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണം? ഓക്കെ, വൈ ട്രോപ്പിക്സ് ബയോഡൈവേഴ്സിറ്റി ഈസ് ഹയസ്റ്റ് ഇൻ ട്രോപ്പിക്സ്. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ആണ് ബയോഡൈവേഴ്സിറ്റി ട്രോപ്പിക്സിൽ കൂടാൻ കാരണമായിട്ട് ഒന്നാമത്തെ പോയിന്റ്, ട്രോപ്പിക്സ് ഹാഡ് മോർ എവല്യൂഷണറി ടൈമാണ്. അതായത് ട്രോപ്പിക്സിലുണ്ടല്ലോ മനുഷ്യൻ്റെ ഇടപെടലുകളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടന്ന ഒരു ഏരിയയാണ് ട്രോപ്പിക്സ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്സിലുള്ള പ്ലാന്റ്സിനും ആനിമൽസിലും ഒക്കെ എവല്യൂഷൻ ചെയ്യാൻ കുറേ സമയം കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസുകൾ അവിടെ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായി. ഓക്കെ, ഇതാണ് ഒരു കാരണം, ട്രോപ്പിക്സ് ഹാഡ് മോർ എവല്യൂഷണറി ടൈമാണ്. രണ്ടാമത്തത് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് എൻവയോൺമെന്റ് ആണ്. അതായത് ട്രോപ്പിക്സ് ലെസ് സീസണൽ ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ട്രോപ്പിക്സിലുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ 2 or 3 സീസണുകളാണുള്ളത്. നിങ്ങൾ ട്രോപ്പിക്സിൽ നിന്ന് ടെമ്പറേച്ചറിലേക്ക് പോകുന്നതോറും സീസണുകളുടെ എണ്ണം കൂടും. സീസണുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി കുറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സീസണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എണ്ണം കുറവാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം, റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് എൻവയോൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ ലെസ് സീസണൽ ആണ് ഏത്? ട്രോപ്പിക്സ്. മൂന്നാമത്തെ കാരണം, ദേ റിസീവ് മോർ സോളാർ എനർജി വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആണ്. ട്രോപ്പിക്സിൽ ഒരുപാട് സൺലൈറ്റ്
അതായത് 365 ദിവസവും സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണ് ഏത്, നമ്മുടെ ട്രോപ്പിക്സ് അല്ലേ. അപ്പോൾ സൺലൈറ്റ് കിട്ടുന്നതോറും പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, ദാറ്റ് വിൽ ഇൻ ടേൺ വിൽ ഇൻക്രീസസ് ദ ബയോഡൈവേഴ്സിറ്റി അല്ലേ. ഇനി നമുക്കറിയാം ടെമ്പറേച്ചറിലേക്കും പോളാർ റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 365 ദിവസവും സൺലൈറ്റ് ഒന്നും കിട്ടൂല. അപ്പോൾ സൺലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഏത്, ട്രോപ്പിക്സ്. അതുകൊണ്ട് തന്നെ ദേ റിസീവ് മോർ സോളാർ എനർജി വിച്ച് കോൺട്രിബ്യൂട്ട് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രോപ്പിക്സിലെ ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണം. പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ, ഇത് പ്രപ്പോസ് ചെയ്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ആളാണ്. സൗത്ത് അമേരിക്കൻ ജംഗിളിലാണ് മൂപ്പര് സ്റ്റഡി നടത്തിയത്. എന്താണ് ഈ സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എക്സ്പ്ലോർഡ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ് ആണ്. അതായത് നിങ്ങൾ എക്സ് ആക്സസിൽ ഏരിയ എടുക്കുകയാണ്, വൈ ആക്സസിൽ സ്പീഷീസ് റിച്ച്നെസ് എടുക്കുകയാണ്. ഏരിയ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പീഷീസ് റിച്ച്നെസ് ഇങ്ങനെ കൂടി വരികയാണ്. ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര ഏരിയ കൂട്ടിക്കഴിഞ്ഞാലും സ്പീഷീസ് റിച്ച്നെസ് കൂടില്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇതിനെയാണ് നമ്മൾ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ അല്ലേ. ഈ സ്പീഷീസ് ഇതിൽ സ്പീഷീസിനെ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് C⁴Z എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഏരിയനെ സ്പീഷീസ് റിച്ച്നെസ്സുമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അതിൽ എസിൻ്റെ ഇക്വേഷനാണ്, സ്പീഷീസ് കാണാനുള്ള ഇക്വേഷനാണ് C⁴Z എന്ന് പറയും. എസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ ഏരിയ ആണ്, സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ്. പഠിച്ചു വെച്ചോ. ഇനി ലോഗരിതമിക് സ്കെയിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. അതിൻ്റെ ഇക്വേഷൻ ആണ് ലോഗ് എസ് ഇസ് ഈക്വൽ ടു സി ലോഗ് എ പ്ലസ് സെഡ് ലോഗ് എ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇത് മൊത്തത്തിൽ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ് ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉപമ ഉണ്ട്. ഓക്കെ, ഒരു അനലോഗി ഉണ്ട്. അനലോഗി എന്ന് പറഞ്ഞാൽ ഉപമയാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അനലോഗിയാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഈ അനലോഗി പ്രപ്പോസ് ചെയ്ത ആൾ ആരാണ് എന്ന് ചോദിക്കും. സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ ഏർലിഷ് ആണ്. എന്താണ് ഈ അനലോഗി എന്ന് ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഈ നോട്ട് അങ്ങോട്ടേക്ക് വായിച്ച് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അതായത് ശ്രദ്ധിച്ചോട്ടോ, എന്താണ് ഈ ഒരു ഉപമ. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്ന ഉപമ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഒരു എയറോപ്ലെയിൻ എടുക്കാം. ഓക്കെ, ഈ എയറോപ്ലെയിനിൻ്റെ അല്ലെങ്കിൽ എയറോപ്ലെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളെ തമ്മിൽ ജോയിൻ ചെയ്തത് റിവറ്റുകൾ കൊണ്ടാണ്, സ്ക്രൂകൾ കൊണ്ടാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഫ്ലൈറ്റിലെ യാത്രക്കാരാണ്. നിങ്ങൾ ഓരോ യാത്രയും കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഓരോ യാത്ര കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ആ ഫ്ലൈറ്റിലെ സ്ക്രൂ അല്ലെങ്കിൽ റിവറ്റ് നിങ്ങൾ ഊരി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യമൊക്കെ റിവറ്റ് ഊരി വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റീനെ ആദ്യമൊന്നും സാരമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഫ്ലൈറ്റ് നിങ്ങൾ ഓരോ യാത്ര കഴിഞ്ഞ് ഓരോ യാത്രക്കാരും ഇതിങ്ങനെ ഓരോ റിവറ്റ് ഊരി വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്താകും, ഡേഞ്ചറസ്ലി വീക്കായി മാറും അല്ലേ, ഡേഞ്ചറസ്ലി വീക്കാവും. ഇനി നിങ്ങൾ ഏത് റിവറ്റാണ് ഊരുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ സീറ്റിലുള്ള റിവറ്റ് ഊരുന്നതിനെക്കാട്ടിലും ഡേഞ്ചറാണ് വിങ്സിലെ റിവറ്റ് ഊരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുക. ഇനി നമ്മുടെ എയറോപ്ലെയിനിനെ നമ്മുടെ എക്കോസിസ്റ്റമായിട്ട് കണക്കാക്കാം. ഓക്കെ, ആ റിവറ്റുകളെ ആ എക്കോസിസ്റ്റത്തിലെ സ്പീഷീസുകളായിട്ട് കണക്കാക്കാം. ഇനി നമുക്ക് എന്താണ് റിവറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് വായിച്ചു നോക്കാം. ഇൻ ആൻ എയറോപ്ലെയിൻ, ഞാൻ പറഞ്ഞ എക്കോസിസ്റ്റം, ഓൾ പാർട്സ് ആർ ജോയിൻഡ് വിത്ത് എന്തുകൊണ്ടാണ്, റിവറ്റുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ സ്പീഷീസ് കൊണ്ടാണ്. അതായത് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് സ്പീഷീസുകളുണ്ട്. ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ് എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ സ്പീഷീസ്, പാസഞ്ചേഴ്സുകൾ റിവറ്റ് പോപ്പ് ചെയ്യാണ്. ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ഓരോ സ്പീഷീസിനെയും എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാണ്. ഇറ്റ് മെ നോട്ട് എഫക്റ്റ് ദ ഫ്ലൈറ്റ് സേഫ്റ്റി, അല്ലെ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിനെ അത് ആദ്യമൊന്നും എഫക്റ്റ് ചെയ്യൂല. ഓക്കെ, ബട്ട് ആസ് more and more rivets are removed, the plane become dangerously weak. അല്ലേ, കൂടുതൽ റിവറ്റ് ഊരുന്നതിനനുസരിച്ചിട്ട് പ്ലെയിന് ഡേഞ്ചറസ്ലി വീക്ക് ആയിട്ട് മാറും. ലോസ് ഓഫ് റിവറ്റ് ഇൻ ദ വിങ്സിലെ റിവറ്റ് ലോസ് ആയി കഴിഞ്ഞാൽ കീ സ്പീഷീസ് ദാറ്റ് ഡ്രൈവ് ദ മേജർ എക്കോസിസ്റ്റം ഫംഗ്ഷനിങ്, അതായത് വിങ്സിലെ റിവറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ആരാണ്, നമ്മുടെ എക്കോസിസ്റ്റത്തിലെ കീ സ്പീഷീസുകളായിട്ടുള്ള ഹണിബീസ് ഒക്കെയാണ്. ഈ ഹണിബീസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ എക്കോസിസ്റ്റം തന്നെ ആ എക്കോസിസ്റ്റത്തിൻ്റെ
ഫംഗ്ഷനിങ്ങിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഓക്കെ, ഈ ഒരു ഹൈപ്പോത്തസിസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ആൻ അനലോഗിയാണ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പഠിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടങ്ങളാണ്. IUCNന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം 2004 റെഡ് ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ 500 വർഷത്തിൻ്റെ ഉള്ളിൽ 784 സ്പീഷീസുകളാണ് ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ളത്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗറീഷ്യസിൽ കാണുന്ന ഡോഡോ ബേർഡ് ഉണ്ട്, ക്വാഗ ആഫ്രിക്കയിൽ കാണുന്ന ഒരു സീബ്രയാണ്, തൈലാസിൻ ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു പൗച്ച്ഡ് ആയിട്ടുള്ള ഡോഗാണ്. ഓക്കെ, സ്റ്റെല്ലാർ സീകൗ റഷ്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ ആളാണ്. 3 സബ് സ്പീഷീസ് ഓഫ് ടൈഗർ, ബാലി, ജവാൻ, കാസ്പിയൻ. പഠിച്ചു വെച്ചോ, ഇവരാണ് കഴിഞ്ഞ 500 വർഷത്തിൽ ഈ ഭൂമിയിൽ നിന്നും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനിമൽസ്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് ആണ്. ദ ഈവിൾ കോട്രറ്റ്, ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള ഈവിൾ കോട്രറ്റ് ആണ്. കോട്രറ്റ് എന്ന് പറഞ്ഞാൽ 4, ഈവിൾ എന്ന് പറഞ്ഞാൽ പിശാജ് എന്നാണ് അർത്ഥം. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ കാരണക്കാരായിട്ടുള്ള 4 പിശാചുക്കൾ ആരൊക്കെയാണ് എന്ന് എക്സാമിന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ആളെ ശ്രദ്ധിച്ചോ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ജീവികളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുക, അതേപോലെ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുക. എന്താ ഫ്രാഗ്മെൻറ്റേഷൻ? ആവാസ വ്യവസ്ഥയെ നമ്മൾ ശിഥിലീകരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസാണ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാരണക്കാരാണ് ആര്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അതായത് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് 14% നിന്നും 6% കുറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കുറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോ, ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ബീങ് കട്ട് ഫോർ കൾട്ടിവേഷൻ ഓഫ് സോയാബീൻ ഓർ ഫോർ ദ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഫോർ കാറ്റിൽ. നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വെട്ടി നിരത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ നമ്മൾ വെട്ടി നിരത്തുന്നത്? സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൺവേർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ് ഫോർ കാറ്റിൽ, കന്നുകാലികൾക്ക് മേഞ്ഞ് നടക്കാനുള്ള പുൽത്തകിടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആനിമൽസിൻ്റെ ഒക്കെ എന്ത് നഷ്ടപ്പെടും? ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഹാബിറ്റാറ്റ് ലോസ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ ഒരു കാരണക്കാരനാവുകയാണ്. ഇനി നമ്മളിതാ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇപ്പോൾ റോഡിൻ്റെ നടുവിലൂടെ നമ്മുടെ കാടിൻ്റെ നടുവിലൂടെ നമ്മൾ റോഡ് അങ്ങോട്ടേക്ക് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. കാടിൻ്റെ നടുവിലൂടെ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാബിറ്റാറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രാഗ്മെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഫ്രാഗ്മെൻറ്റേഷൻ ബാഡ്ലി അഫക്ട് ആനിമൽ റിക്വയർ ലാർജ് ടെറിട്ടറീസ് ആൻഡ് മൈഗ്രേറ്ററി ആനിമൽ. ഓക്കെ, ഈ ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് ടെറിട്ടറി വേണ്ട ആനിമൽസിനെയും അതേപോലെ തന്നെ മൈഗ്രേറ്ററി ആനിമൽസിനെയും ഒക്കെ അത് ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണക്കാരൻ. ഓക്കെ, രണ്ടാമത്തെ കാരണമാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. വെൻ അവർ നീഡ് ടേൺസ് ടു ഗ്രീഡ് ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ ആഗ്രഹം അത്യാഗ്രഹമായിട്ട് മാറുമ്പോൾ അത് ഓവർ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കും എന്നതാണ്. അതിലൊരു എക്സാമ്പിളാണ് സ്റ്റെല്ലാർ സീകൗ, പാസഞ്ചർ പീജിയൻ എക്സെട്ര എക്സ്റ്റിങ്ക്റ്റ് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ബയോഡൈവേഴ്സിറ്റിയുടെ അമിതമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി പോയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് റീസൺ ഫോർ ബയോഡൈവേഴ്സിറ്റി ലോസ്. മൂന്നാമത്തെ റീസൺ ആണ് ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ എന്ന് പറയും. എന്താണ് ഏലിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശി എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ എന്ന് ശ്രദ്ധിച്ചോ. ഏലിയൻ സ്പീഷീസ് കോസസ് ഡീക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ് ആണ്. ഇൻഡിജീനസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ സ്വദേശി എന്നാണ് അർത്ഥം. വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻഡിജീനസ് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകും. ഇതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോ. നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലേക്ക് വിക്ടോറിയ കോസ്ഡ് എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിക്രിഡ് ഫിഷസുകളാണ്. നൈൽ പെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഏലിയൻ ആണ്. ഓക്കെ, നൈൽ പെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്ക് വിക്ടോറിയയിൽ ഇല്ലാത്തൊരു മീനാണ്. ഈ നൈൽ പെർച്ചിനെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ലേക്ക് വിക്ടോറിയയിലേക്ക് റിലീസ് ചെയ്തപ്പോൾ ഈ നൈൽ പെർച്ച് ഉണ്ടല്ലോ, അവിടുത്തെ 200ഓളം സിക്രിഡ് ഫിഷുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമായി. ഇവിടെ സിക്രിഡ് ഫിഷസുകളാണ് നമ്മുടെ ഇൻഡിജീനസ് സ്പീഷീസ്. അപ്പോൾ ഏലിയൻ സ്പീഷീസ് ഇൻഡിജീനസ് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകും. ഇതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഏലിയൻ
സ്പീഷീസ് ഇൻവേൻഷൻ എന്ന് വിളിക്കുക. വേറെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇൻവാസീവ് വീഡ് സ്പീഷീസിലായിട്ടുള്ള പാർത്തേനിയം, ലന്താന, എക്കോറിയ കോസസ് ഡാമേജ് ടു അവർ നേറ്റീവ് സ്പീഷീസ് ആണ്. അതായത് ആക്രമണകാരിയായ കളകളായിട്ടുള്ള ക്യാരറ്റ് ഗ്രാസുകൾ, ലന്താന, അതേപോലെ തന്നെ ഇക്കോറിയ, ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ ഇൻഡിജീനസ് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാവും. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് നാലാമത്തെ ഈവിൽ ക്വാഡ്രന്റിൽ വരുന്ന നാലാമത്തെ ആളാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. എന്താണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ് ദ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൾസോ എക്സ്റ്റിങ്. ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത സ്പീഷീസും എന്തായി പോകും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, കോ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ പാരസൈറ്റ് വെൻ ദ ഹോസ്റ്റ് ഈസ് എക്സ്റ്റിങ്ക്റ്റ്. അതായത് ഹോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പാരസൈറ്റുകളും എന്തായി പോകും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്, റീസൺ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ആ വ്യത്യസ്ത ആർഗ്യുമെൻറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റിനെ നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ് എന്നാണ് പറയുക. എന്താണ് ഈ ആർഗ്യുമെൻറ്റ് എന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിന് നിങ്ങൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ പറയും, നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും എക്കോണമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടുക? ഫുഡ് കിട്ടുന്നുണ്ട്, അതേപോലെ ഫയർവുഡ് കിട്ടുന്നുണ്ട്, ഫൈബർ കിട്ടുന്നുണ്ട്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, അല്ലെ കല്ലുകളൊക്കെ കിട്ടുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ കിട്ടുന്നുണ്ട്, പെർഫ്യൂമുകൾ കിട്ടുന്നുണ്ട്, റെസിൻസുകൾ കിട്ടുന്നുണ്ട്, മെഡിസിൻസ് കിട്ടുന്നുണ്ട്, അല്ലെ. ഈ സാമ്പത്തിക നേട്ടമുള്ളത് കൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യണമെന്ന് പറയുന്ന ഈ ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ് എന്ന് പറയും. ഈ വിഭാഗം ആൾക്കാർ പറയുകയാണ്, നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാനുള്ള കാരണം ബയോഡൈവേഴ്സിറ്റിക്ക് ഒരുപാട് എക്കോസിസ്റ്റം സർവീസ് ഉണ്ട്. ഈ എക്കോസിസ്റ്റം സർവീസ് ഉള്ളത് കൊണ്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യണം. ഇതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഈ പ്ലാനറ്റിൻ്റെ ലങ്സ് എന്നാണ് വിളിക്കുക. ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്നാണ് നമ്മുടെ 20% ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ, ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്നാണ്. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റം സർവീസാണ്. ഈ എക്കോസിസ്റ്റം സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഈ ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കുക. ദെൻ അടുത്തത്, ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടും, എസ്തെറ്റിക് പ്ലഷർ കിട്ടും. എന്താണ് ഈ എസ്തെറ്റിക് പ്ലഷർ? മാനസിക ഉല്ലാസം ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും കിട്ടും. അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഈ വാദമാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ വാദമാണ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചോട്ടോ. എവറി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. ഈ വേൾഡിലെ എല്ലാ സ്പീഷീസുകൾക്കും ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യമുണ്ട്. ഓക്കെ, വി ഹാവ് എ മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദർ വെൽബീയിങ്. അവരുടെ വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോറൽ ഡ്യൂട്ടിയാണ്. ഓക്കെ അല്ലേ. ഈ ഒരു ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ എത്തിക്കൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അടുത്തൊരു ഏരിയയാണ് ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയെ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നത് നിർബന്ധമായിട്ട് പഠിക്കണം. 2 ടൈപ്പ് കൺസർവേഷൻ ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് കൺസർവേഷൻ ഇൻ സിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്നാണ് പറയുക. എന്താണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് വിത്തിൻ ദ നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് എക്കോസിസ്റ്റം. ബയോഡൈവേഴ്സിറ്റിയെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മൾ സംരക്ഷിക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിളാണ് നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, നാച്ചുറൽ മോണുമെന്റ്സ് ആൻഡ് സാക്രഡ് ഫോറസ്റ്റ്, മലയാളത്തിൽ കാവ് എന്നൊക്കെ പറയും. ഓക്കെ, ഇൻ സിറ്റു കൺസർവേഷൻ ആണ്. ഇനി എക്സ് സിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ ആണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ, അവരുടെ ഹാബിറ്റാറ്റിൽ നിന്നും എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി സംരക്ഷിക്കുക. ഇതിനാണ് നമ്മൾ എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ഓർഗാനിസം ഔട്ട്സൈഡ് ദർ ഹാബിറ്റാറ്റ് ആണ്. മെയിൻ ആയിട്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസുകളൊക്കെയാണ് നമ്മൾ അങ്ങനെ കൺസർവ് ചെയ്യുക. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്, സോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഹോട്ട്സ്പോട്ട് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ ദ റീജിയൻ വിത്ത് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ബട്ട് മോസ്റ്റ് ത്രെറ്റൻഡ് ആണ്. അതായത്
ഈ ഹോട്ട്സ്പോട്ടിൻ്റെ പ്രത്യേകത, ദീസ് ആർ ദ റീജിയൻ വിത്ത് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ് കൂടുതലാണ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ആണ്. എന്താണ് എൻഡമിസം എന്ന് ശ്രദ്ധിച്ചോ? സ്പീഷീസ് കൺഫൈൻ ഓൺലി ടു എ സ്പെസിഫിക് റീജിയൻ. ആ സ്പീഷീസുകൾ ആ ഒരു റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക? എൻഡമിസം എന്ന് വിളിക്കുക. ബട്ട് മോസ്റ്റ് ത്രെട്ടനഡ് ആണ്, അവർ എക്സ്റ്റിങ്ഷൻ ഫേസ് നേരിടുന്ന ജീവവർഗ്ഗങ്ങളാണ് എവിടെ ഉണ്ടാവുക? ഹോട്ട്സ്പോട്ടിൽ ഉണ്ടാവുക. ഈ വേൾഡിൽ 34 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 3 ഹോട്ട്സ്പോട്ടാണ് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി റീജിയൻ കവർ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇന്തോ ബർമ ആൻഡ് ഹിമാലയ. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഹോട്ട്സ്പോട്ട്, പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇൻ്റർനാഷണൽ ഇഫേർട്ട് ഫോർ കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാൻ രാജ്യാന്തര തലത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഇഫേർട്ട് നമ്മൾ ദ എർത്ത് സമ്മിറ്റ് ഓർ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റിയോ ഡി ജനീറോയിലാണ് നടന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഒന്നാമത്തെ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൻ്റെ പേര് പഠിച്ചു വെച്ചോ, എർത്ത് സമ്മിറ്റ് ഓർ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ്. രണ്ടാമത്തെ മീറ്റിങ്ങിന് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ജോഹന്നാസ്ബർഗിലാണ് നടന്നത്. 2002 നടന്നത്. ഇതാണ് രാജ്യാന്തര തലത്തിൽ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവേഷൻ ചെയ്യാനുള്ള ഇഫേർട്സുകൾ. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.